ഹലോ ഗൈസ്, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് ക്വിസ് 2024 ചോദ്യങ്ങളും ഉത്തരവും ഗ്രൂപ്പ് CDE ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ആൻസർ ചെയ്യുന്നത്. നമുക്ക് വേഗം തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഞാൻ അവരോട് ചെയ്തതുപോലെ തന്നെ ദൈവം എന്നോട് ചെയ്തിരിക്കുന്നു. ഇത് ആരുടെ വാക്കുകളാണ്? അന്തോണി ബെസക്. ഗിദെയോൻ 300 പേരെ എത്ര ഗണമായി തിരിച്ചത്? 3 ഗണമായി. കവർച്ച ചെയ്തിരുന്നവരുടെ ആധിപത്യത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചതാര്? ന്യായാധിപൻ. ഇസ്രായേൽ ജനം മൊവാബ് രാജാവായ എഗ്ലോണിനെ എത്ര വർഷം സേവിച്ചു? 18 വർഷം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ആരെക്കുറിച്ച് തടിച്ചുകൊഴുത്ത മനുഷ്യനെന്ന് വിശേഷിപ്പിക്കുന്നത്? എഗ്ലോൺ. ഇസ്രായേൽ ജനം 20 വർഷം ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത് ഏത് രാജാവിൻ്റെ കാലത്താണ്? യാബീൻ. ആരാണ് കൂടാരവാസികളിൽ ഏറ്റവും ധന്യ? ജായൽ. മിദ്യാൻകാരുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ കർത്താവ് തെരഞ്ഞെടുത്ത ഗിദെയോന്റെ ഗോത്രമേത്? മനസ്സെ. ഗിദെയോൻ കർത്താവിൻ്റെ ദൂതന് സമർപ്പിച്ച് ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും എവിടെ നിന്ന് ഉയർന്ന തീയിലാണ് ദഹിച്ചത്? പാറയിൽ നിന്ന്. ഗിദെയോൻ എൻ്റെ ആദിജാതൻ്റെ പേര് യദർ. ബാൽബെരീത്തിനെ ദൈവമാക്കിയത് കൊണ്ട് ആരുടെ കുടുംബത്തോടാണ് ഇസ്രായേൽ ജനം ഒട്ടും കരുണ കാണിക്കാതിരുന്നത്? ഗിദെയോന്റെ. ദാൻ ഗോത്രത്തെ മലമ്പ്രദേശത്തേക്ക് തള്ളിവിട്ടതാര്? അമോര്യർ. എത്ര ഫിലിസ്തരെയാണ് അനാത്തിന്റെ പുത്രനായ ശങ്കാർ ചാട്ട കൊണ്ട് കൊന്നത്? 600. യാബീന്റെ സേനാധിപതി സിസേറ എവിടെ വെച്ച് ബാറാക്കിനെ എതിർക്കാൻ കർത്താവ് ഇടയാക്കുമെന്ന് ദബോറ ബാറാക്കിനോട് പറഞ്ഞത്? കിഷോൺ നദി. ദബോറയുടെ കീർത്തനത്തിൽ ആരാണ് ബാറാക്കിനോട് വിശ്വസ്തനായിരുന്നു എന്ന് പ്രതിപാദിക്കുന്നത്? ഇസാക്കർ. അവന് വേണ്ടി നിൽക്കുന്നവരെല്ലാം പ്രഭാതത്തോടെ വധിക്കപ്പെടും. ആർക്ക് വേണ്ടി നിൽക്കുന്നവരാണ് വധിക്കപ്പെടുന്നത്? ബാലിന് വേണ്ടി. അബിമേലെക്കിനും ശെക്കെം നിവാസികൾക്കുമിടയ്ക്ക് ദൈവം ആരെയാണ് അയച്ചത്? ദുരാത്മാവിനെ. അബിമേലെക്കിന് ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ ആരാണ് നിയുക്തനായത്? തോല. വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം സമീപിച്ചത് ഏത് വൃക്ഷത്തെയാണ്? ഒലിവുമരത്തെ. താഴെ പറയുന്നവരിൽ ആരാണ് ഇസ്രായേൽ 22 വർഷം ന്യായപാലനം നടത്തിയത്? ജായിർ. ദബോയുടെ കീർത്തനത്തിൽ ഏത് നിവാസികളെയാണ് കഠിനമായി ശപിക്കാനാണ് കർത്താവിൻ്റെ ഉദയം പറയുന്നത്? മൊറോസ് നിവാസികളെ. മിദ്യാൻകാരിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ തന്നോടൊപ്പം ചേരാൻ ഗിദെയോൻ വിളിക്കാതിരുന്ന ഗോത്രമേത്? അത് സെബലൂൺ ആണ്. ഒന്ന് കമൻറ്റ് ചെയ്യണം കറക്റ്റ് ഉത്തരം ഏതാണുള്ളത്. എന്തിന് നിന്റെ പട്ടാളത്തിന് ഞങ്ങൾ അപ്പം തരണം? ഗിദെയോനോട് ആരാണ് ഇങ്ങനെ ചോദിച്ചത്? സുക്കോത്തിലെ ജനങ്ങൾ. ജെറുബാൽ എന്ന പേരിൻ്റെ അർത്ഥമെന്ത്? ബാൽ തന്നെ അവനെതിരായി മത്സരിക്കട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനം കർത്താവിന് ബലിയർപ്പിച്ചതായി ആദ്യമായി രേഖപ്പെടുത്തുന്ന സ്ഥലമേത്? ബോക്കീം. ആർക്കാണ് അറിവ് കുറയുമെന്ന് പ്രഭാഷകൻ പറയുന്നത്? അനുഭവജ്ഞാനമില്ലാത്തവന്. പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ ആരുടെ ബലിയാണ് സ്വീകാര്യമായിട്ടുള്ളതും വിസ്മരിക്കപ്പെടാത്തതും? നീതിമാന്റെ ബലി. അവൻ്റെ പ്രത്യാശ അവൻ്റെ രക്ഷകളിലാണ്. അവനാര്? ദൈവഭക്തൻ. പ്രഭാഷകൻ 34-ാം അധ്യായത്തിൽ എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്? 4. സമാധാന ബലിക്ക് തുല്യമായ പ്രവൃത്തി ഏതെന്നാണ് പ്രഭാഷകൻ സൂചിപ്പിക്കുന്നത്? കൽപ്പനകൾ അനുസരിക്കുന്നത്. സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക. അധ്യായം വാക്യം. പ്രഭാഷകൻ 35 അധ്യായം 11-ാം വാക്യം. അവൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു. ആരുടെ പ്രാർത്ഥന? വിനീതൻ്റെ. ദരിദ്രരോട് പക്ഷപാതം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുമെന്നാണ് പറയുന്നത്? തിന്മയ്ക്ക് വിധേയനായവൻ്റെ. അവിടുന്ന് സ്വീകരിക്കുകയില്ല എന്ന് പ്രഭാഷകൻ 35-ാം അധ്യായത്തിൽ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? കൈക്കൂലി. ആരുടെ ബലികളിൽ അത്യുന്നതന് പ്രസാദിക്കുന്നില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ദൈവഭക്തി ഇല്ലാത്തവൻ്റെ. പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ എന്താണ് പുരുഷന്റെ ഏറ്റവും വലിയ സമ്പത്ത്? ഭാര്യ. അങ്ങയുടെ ഡാഷ് കൊണ്ട് അങ്ങയുടെ ആലയത്തിൽ നിറയ്ക്കണമേ. മഹത്വം. കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ഏത് ബലിക്ക് തുല്യമാണ്? ധാന്യബലി. പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ കർത്താവ് ആദിജാതനെ പോലെ പരിഗണിച്ചത് ആരെയാണ്? ഇസ്രായേലിനെ. ആരോട് നന്ദിയെപ്പറ്റി ആലോചന നടത്തരുതെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? വിദ്വേഷിയോട്. പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ ആരുടെ നാമമാണ് അനശ്വരമാകുന്നത്? ജ്ഞാനിയുടെ. മനുഷ്യന്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങളിൽ 7-ാമത്തേതായിട്ട് പറയുന്നത് തേൻ. അവിടുത്തെ ഡാഷ് പരിമിതമാക്കുക. രക്ഷാകര ശക്തിയെ. മരണദിനത്തെക്കുറിച്ച് ഹൃദയചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും ആർക്കാണ്? ആദത്തിന്റെ സന്തതികൾക്ക്. പൂരിപ്പിക്കുക. കൈക്കൂലിയും അനീതിയും നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. ഡാഷ് എന്നേക്കും നിലനിൽക്കും. വിശ്വസ്തത. പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ ആർക്കാണ് സന്തോഷം ലഭിക്കുക? ഔദാര്യശീലന്. ഡാഷ് ഏത് ഭക്ഷണവും സ്വീകരിക്കുന്നു? ഉദരം. പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ സ്വർണത്തെയും വെള്ളിയെയും കൾ ശ്രേഷ്ഠമായതെന്ത്? സതുപദേശം. ആർക്കാണ് ഭിക്ഷാടനം മധുരിക്കുന്നത്? നിർലജ്ജന്. പൂരിപ്പിക്കുക. ഡാഷ് അനേകരെ വഞ്ചിച്ചിട്ടുണ്ട്. സ്വപ്നങ്ങൾ. ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെക്കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടു. ഏത് അത്ഭുതത്തിന് ശേഷമാണ് ഇത് പറഞ്ഞത്? കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുന്നു. ലൂക്ക 13:19 യേശു ദൈവരാജ്യത്തെ സാദൃശ്യപ്പെടുത്തിയത് എന്തിനോടാണ്? കടുകുമണി. ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ അറിയാത്തവരെ യേശു വിളിക്കുന്നത് കപടനാട്യക്കാരെ. ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്നതിനെക്കുറിച്ച് യേശു അരുളി ചെയ്തത് ആരോടാണ്? ശിഷ്യരോട്.
അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകും. ഏത് ഉപമയിലാണ് യേശു ഇത് പറഞ്ഞത്? കാണാതായ നാണയത്തിൻ്റെ ഉപമയ്ക്ക് ശേഷം. വലിയ സദ്യ ഒരുക്കിയ യജമാനൻ അക്കാര്യം ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചപ്പോൾ ഒഴിവുകഴിവ് പറഞ്ഞത് എത്ര പേരാണ്? 3 പേർ. യേശു ഒരിക്കൽ ശിഷ്യന്മാരെ ശാസിക്കുകയുണ്ടായി. പ്രദേശം സമരിയ. അധ്യായം വാക്യം എഴുതുക. എല്ലാ കാര്യങ്ങളിലും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ആരെന്ന് പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല, പിതാവ് ആരെന്ന് പുത്രനും, പുത്രൻ ആർക്കും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവനും, അല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല. ലൂക്ക 10:22. 5 കുരുവികൾ 2 നാണയത്തൊട്ടിന്. ഈ തലമുറ ദുഷിച്ച തലമുറയാണ്. ജനക്കൂട്ടത്തോടാണ് പറഞ്ഞത്. ലൂക്കയുടെ സുവിശേഷത്തിൽ നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യമായി യേശുവിനെ പരീക്ഷിക്കാനെത്തിയത് നിയമജ്ഞനായിരുന്നു. ലൂക്കയുടെ 9-ാം അധ്യായത്തിൽ കാണുന്ന ഏത് സംഭവമാണ് 4 സുവിശേഷങ്ങളിലുള്ളത്? അപ്പം വർദ്ധിപ്പിക്കുന്നു. താഴെ പറയുന്നത് ലൂക്കയുടെ സുവിശേഷത്തിൽ മാത്രം പ്രതിപാദിക്കുന്ന ഉപമ. കാണാതായ ആടിൻ്റെ ഉപമ. ധൂർത്തപുത്രൻ്റെ ഉപമയും ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? പന്നികൾക്ക് കൊടുത്തിരുന്ന തവിട് കൊണ്ട് വയറ് നിറയ്ക്കേണ്ടി വന്നു. നാം വിജന പ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക. ആര് പറഞ്ഞു? 12 പേർ. അവർ പിശാചുക്കളുടെ തലവനായ ബേൽസെബലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. യേശുവിനെ കുറിച്ച് ആരാണ് ഇപ്രകാരം പറഞ്ഞത്? ജനങ്ങളിൽ ചിലർ. വിജ്ഞാനത്തിന് താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്ന യേശു ആരോടാണ് പറഞ്ഞത്? നിയമജ്ഞരോട്. ബലിപീഠത്തിന് വിശുദ്ധ സ്ഥലത്തിന് മധ്യ വെച്ച് കൊല്ലപ്പെട്ട പ്രവാചകൻ സക്രിയ. ഹെറദോസ് യേശുവിനെ കൊല്ലാൻ ഒരുങ്ങുന്ന വാർത്ത യേശുവിനെ അറിയിച്ചത് ആരാണ്? ഫരിസേയൻ. 18 വർഷമായി സാത്താൻ ബന്ധിച്ചിരുന്ന അബ്രാഹത്തിന്റെ മകളെ സാബത്ത് ദിവസം അഴിച്ചുവിടേണ്ടതില്ലയോ? യേശുവിന്റെ ചോദ്യം കേട്ട് ലജ്ജിതരായത് യേശുവിന്റെ പ്രതിയോഗികൾ. ലൂക്ക 15-ാം അധ്യായത്തിൽ യേശുവിന്റെ വാക്കുകൾ കേൾക്കാൻ അവന്റെ അടുത്ത് വന്നത് ആരെല്ലാം? ചുങ്കക്കാരും പാപികളും. കടുകുമണിയുടെ ഉപമയ്ക്ക് ശേഷം ഉടനെ വരുന്ന ഉപമ പുളിമാവിന്റെ ഉപമ. ഏത് വാക്കാണ് ലൂക്ക 13:28 ഇല്ലാത്തത്? മോശ. സാബത്തിൽ രോഗശാന്തി നൽകുന്ന അനുവദനീയമോ അല്ലയോ എന്ന് യേശു ആരോടാണ് ചോദിച്ചത്? നിയമജ്ഞരോടും ഫരിസയരോടും. അധ്യായം വാക്യം എഴുതുക. സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നതിന് ശിഷ്യനായിരിക്കാൻ സാധിക്കുക. ലൂക്ക 14:27. കർത്താവ് പൗലോസിനെ അധികാരപ്പെടുത്തിയിരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? കൊറിന്തോസുകാരെ വളർത്തിയെടുക്കാൻ. അധ്യായം വാക്യം എഴുതുക. മക്കൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയല്ല സമ്പാദിക്കേണ്ടത്, മറിച്ച് മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടിയാണ്. 2 കൊറിന്തോസ് 12:14. പുറമേ മത്സരം, അകമേ ഭയം. പൗലോസ്ലീഹായുടെ പരാമർശം എവിടത്തെ ക്ലേശങ്ങളെക്കുറിച്ചാണ്? മെക്കദോനിയ. കൊറിന്തോസുകാരുടെ ഇടയിലെ ശുശ്രൂഷയിൽ പങ്കുകാരാകാനും സഹപ്രവർത്തകനും എന്ന് പൗലോസ്ലീഹ വിശേഷിപ്പിക്കുന്നത് തീത്തോസിനെ. ഡാഷ് ഞങ്ങൾ യഥാർത്ഥത്തിൽ അഭിവൃദ്ധിക്ക് വേണ്ടി ദൈവസമക്ഷം സമസ്തവും ക്രിസ്തുവിലാണ് പ്രസംഗിച്ചിരുന്നത്. സഹോദരരെ, ഞങ്ങൾ ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം ആരുടെ സാന്നിധ്യം വഴിയാണ് പൗലോസ്ലീഹായ്ക്കും സഹപ്രവർത്തകർക്കും സമാശ്വാസം നൽകിയത്? തീത്തോസിൻ്റെ. ആരെ ശുശ്രൂഷിക്കുന്ന ഭാഗ്യത്തിൽ തങ്ങളെ കൂടെ ഭാഗഭാക്കുകളാക്കണം? വിശുദ്ധരെ ശുശ്രൂഷിക്കാൻ. എത്ര പ്രാവശ്യമാണ് പൗലോസ്ലീഹ വടികൊണ്ടടിക്കപ്പെട്ടത്? 3. കൊറിന്തോസുകാർ മികച്ചു നിൽക്കുന്നതായി പൗലോസ്ലീഹ പറയുന്നതിൽ 3-ാമത്തെ കാര്യം വിജ്ഞാനം. ദൈവികത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുമ്പോൾ ലൗകികരമായ ദുഃഖം എന്തിലേക്ക് നയിക്കുന്നു? മരണത്തിലേക്ക്. സർപ്പം തന്ത്രപൂർവ്വം ചതിച്ചതാരെ? ഹവ്വയെ. അരത്തസ് രാജാവിൻ്റെ ദേശാധിപതി പൗലോസ്ലീഹയെ പിടികൂടുന്ന ഏത് നഗരത്തിൽ കാവലേർപ്പെടുത്തി? ദമാസ്കസ്. പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചു. ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. 2 കൊരിന്തോസ് 11:11. പൗലോസ്ലീഹ നൽകുന്ന ഉപദേശങ്ങളിൽ പെടാത്തത്? എൻ്റെ ഉപദേശം സ്വീകരിക്കുവിൻ. പൗലോസ്ലീഹയ്ക്ക് കൊരിന്തോസുകാരുടെ തോന്നുന്നതായി 2 കൊരിന്തോസ് 11-ാം അധ്യായത്തിൽ സൂചിപ്പിക്കുന്നത് എന്താണ്? ദൈവികമായ അസൂയ. കൊരിന്തോസുകാരുടെ ഇടയിൽ താൻ കണ്ടെത്തുമോ എന്ന് പൗലോസ്ലീഹ ഭയപ്പെടുന്ന തിന്മകളിൽ 5-ാമത്തേത് അപവാദം. പൂരിപ്പിക്കുക. നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ലാത്തവരെ കൈയെത്തിച്ചു പിടിക്കാൻ ഉദ്യമിക്കുകയില്ല. ഡാഷ് നിങ്ങളുടെ അടുത്ത് വന്നതാണല്ലോ, ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി. വിശുദ്ധി പരിപൂർണമാക്കേണ്ടത് ദൈവഭയത്തിൽ. കൊരിന്തോസുകാരെ കുറിച്ചുള്ള ആത്മാർത്ഥമായ താല്പര്യം ദൈവം ആരുടെ ഹൃദയത്തിലാണ് ഉദിപ്പിച്ചത്? തീത്തോസ്. പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണവർ. ആര്? ആത്മപ്രശംസ നടത്തുന്നവർ. അഭിമാനിക്കുന്നവർ കർത്താവിൽ അഭിമാനിക്കട്ടെ. പൗലോസ്ലീഹ എത്ര ദിവസം കടലിൽ ഒഴുകി നടന്നു? 1 രാത്രി 1 പകലും. നിനക്ക് എൻ്റെ കൃപ മതി, എന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. 2 കൊരിന്തോസ് 12:9 വാക്യം. പൂരിപ്പിക്കുക. അതിനാൽ എനിക്ക് മുൻപേ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾ വാഗ്ദാനം ചെയ്തു ഉദാരമായ സംഭാവന മുൻകൂട്ടി സജ്ജമാക്കാൻ ഡാഷ് പ്രേരിപ്പിക്കുക, സഹോദരന്മാരെ പ്രേരിപ്പിക്കുക ആവശ്യമാണെന്ന് ഞാൻ കരുതി. അധ്യായം വാക്യം എഴുതുക. അവർണ്ണീയമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി. 2 കൊരിന്തോസ് 9:15. അപ്പം എല്ലാവരും ഉത്തരങ്ങൾ ചെക്ക് ചെയ്യുക. താങ്ക് യു.